കൈകാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടതാണ്. പണ്ഡിതന്മാർ പറയും അത് ഗഫൂർ ഭയമായി വേറെ ആരുണ്ടെങ്കിലും അദ്ദേഹത്തെയാണ് അയക്കാറുണ്ട്. അങ്ങനെയുള്ള വിശ്വാസം, കാരണം തൻ്റെ ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് വലിയ വലിയ ഈ ഹിംസകൾ ചെയ്യുന്ന ആളുകളെ വേട്ടയാടിയ ഒരു മനുഷ്യനാണ്. അതിൻ്റെ പേരിൽ എന്തായെന്നറിയാം, ഭരണകർത്താക്കളുടെ ഉത്തരവുകൾ പലപ്പോഴും നീതിക്ക് വേണ്ടി അദ്ദേഹം നിഷേധിച്ചു. നീതിയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഭരണകർത്താക്കളുടെ ഉത്തരവുകൾ അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന് അർഹമായ പ്രമോഷൻസ് പോലും നിഷേധിക്കപ്പെട്ടു. അദ്ദേഹം 3 തലങ്ങളിച്ചിരുന്നെങ്കിൽ SP ആയി റിട്ടയർ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. ഞാൻ ഒരുപാട് സംസാരിക്കാൻ 5 മിനിറ്റേ ഉള്ളതുകൊണ്ട് ഒരുപാട് പറയാൻ ഞാൻ മനസ്സിൽ വരുന്നെങ്കിൽ ഞാനത് കട്ട് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മജീദ് ചായയെക്കുറിച്ച് 2 സെൻസ് പറയാതിരിക്കാൻ കഴിയും. എല്ലാവരും പറയുന്നത് സ്നേഹത്തിൻ്റെ തേൻ കനിക്കൂടാണ് ആ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത്. അത് ശരിയാണ്. എൻ്റെ വൈഫ് അദ്ദേഹത്തിൻ്റെ മരുമകളെ മോളെ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആത്മനിർവൃതിയാണ്. ഇതെല്ലാവരോടും അങ്ങനെ തന്നെയാണ്. ഞാൻ എൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ സംഗീത തെളിയിച്ച സംഭവമാണ്. 200 നാട്ടിൽ ആ ആളുകളുടെ പോകുന്ന തൻ്റെ ഏറ്റവും തിരക്ക് പിടിച്ച് അദ്ദേഹത്തെ പോലെ സംസാരിക്കുന്ന കേരളത്തിൽ ഒരു 3 പ്രാസംഗികരുടെ പേരെടുത്ത് പറയാൻ പറഞ്ഞാൽ ഞാനതെല്ലാം കൊടുത്തിരിക്കുന്ന സമയം കേവലം പറഞ്ഞു. ബ്ലാക്ക് ബെൽറ്റാണ് സൂക്ഷിക്കണം. കാസർഗോഡ് സംസാരിച്ചു തന്നെ ആക്രമിക്കാൻ പറഞ്ഞാൽ മാത്രം അത് ഡിഫൻസീവ് വഴി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പ്രഗത്ഭരെ ആളുകളുണ്ട്. അവരോ ആളുകളെയും പേരെടുത്ത് പറയുന്നത് അതുപോലെ തന്നെയാണ് മാസികയുടെ എഡിറ്റർ ഇവിടെ ഇരിക്കുന്നു. അവരെയൊക്കെ പേരെടുത്ത് പറഞ്ഞാൽ പിന്നെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ കൂടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 1 വർഷത്തിലേറെയായി നമ്മുടെ കന്നാസ് കുടുംബത്തിലെ ഓരോ പ്രവർത്തകരുടെയും കൂട്ടായ ഫലത്തിൻ്റെ ഒരു വിജയമാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. കാതർമാനാട് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിലെ 203 അംഗങ്ങളിൽ പകുതിയിലേറെ പേര് എത്തിച്ചേർന്നു എന്നുള്ളത് തന്നെ വളരെ ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. അതിന് ആദ്യമായി ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കുടുംബ സംഗമത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇത്തരത്തിലുള്ള ഒരു കൂടിച്ചേരലും അതുവഴി പുതിയ തലമുറയിൽപ്പെട്ട ഓരോ അംഗങ്ങൾക്കും അന്യോന്യം നമ്മുടെ കുടുംബാംഗങ്ങളെ പറ്റി അറിയുവാനും അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് അറിയുവാനും ആ ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു വേദി കൂടിയായിട്ടാണ് ഇത്തരം കുടുംബ സംഘങ്ങൾ നമ്മളെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിലിങ്ങനെ തളം കെട്ടി നിൽക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ ഞാനും മുല്ലപ്പള്ളി രാമേന്ദ്രനുമായിട്ട് 10-25 കൊല്ലത്തെ ബന്ധമുള്ള ഒരാളാണ് നമ്മുടെ ജാസ്മിൻ അബ്ദുറഹ്മാൻ. 2019 ഞാനിവിടെ മത്സരിക്കാൻ വിളിക്കുമ്പോഴാണ് ജാസ്മിൻ അബ്ദുറഹ്മാൻ ഈ കാസർഗോഡുകാരനാണ് അറിയുന്നത്. ഞാൻ ധരിച്ചു വെച്ചത് കണ്ണൂർക്കാരനാണ്. കണ്ണൂർ ഓൺലൈൻ ഹോട്ടലിന് തൊട്ടടുത്ത് അദ്ദേഹത്തിന് ഫ്ലാറ്റാണ്. ഞാനും മുല്ലപ്പള്ളിയും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ആയിരുന്ന 78-80 കാലഘട്ടത്തിൽ അദ്ദേഹവുമായി വൈകാരികമായ ബന്ധമുണ്ട്. ആ ബന്ധം ഇന്ന് മനസ്യൂതം നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. കുറേ ആളുകളുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. അതുപോലെ പഴയകാലത്തെ സ്ത്രീകൾ 10, 14, 15 ഒക്കെ പ്രസവിച്ചിരുന്നു. ആ പ്രസവിച്ചിരുന്ന സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ നിന്നും ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല, ജീവിച്ചിരിക്കുന്നു. എന്നാൽ ഒരു കുടുംബമെന്ന് പറയുന്നത് ഒരു ബൃഹത്തായ സംഭവമാണ്. ഒരു ഉമ്മ, ഒരു വാപ്പ, അവരുടെ മക്കൾ, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട് 10-15 പേര് പൂർവികന്മാരെ അനുസരിച്ചുകൊണ്ടാണ് കുടുംബത്തിൻ്റെ യാത്ര പ്രയാണം ആരംഭിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത്
നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ പൂർവികന്മാരെ കുറിച്ച്, നമ്മുടെ നാടിനെ കുറിച്ച് ഈ പഴയ കാരണവന്മാർ പറഞ്ഞിരുന്ന അറിവിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും വളർന്ന് വലുതാക്കുന്നത്. മാത്രമല്ല, ഒരു മനുഷ്യ ജന്മം കിട്ടണമെങ്കിൽ ഒരുപാട് ജന്മം കാത്തിരിക്കണമെന്നാണ് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ ഞാൻ വായിച്ചെടുത്തത്. എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃത്താൽ, എത്ര ജന്മം മരത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും, എത്ര ജന്മം മരങ്ങളായി നിന്നതും, എത്ര ജന്മം മരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അത് വന്നിട്ട് വണ്ണം ലഭിക്കുമെന്ന് മത്തിജന്മം. ഒരു മനുഷ്യ ജന്മം കിട്ടണമെങ്കിൽ എത്രയോ കാലം കാത്തിരുന്ന് കിട്ടിയാൽ 10 മാസം വയറ്റി കിടക്കണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ 10 മാസം കിടക്കാതെ ആർക്കും പുറത്തു വരാൻ പറ്റില്ല. പൊക്കൽക്കുഴിയുമായി ബന്ധം വേർപെടുത്തി ഭൂമിയിലേക്ക് ജാതനാകണമെങ്കിൽ 10 മാസം വയറ്റി കിടക്കണം. പിന്നെ അത് കഴിഞ്ഞ് 10 ഗംഭീരാണ്ട് ഉണ്ണിയായിട്ട് വളരണം. ഉമ്മയുടെയും വാപ്പയുടെയും വാത്സല്യ ഭാരം താഴത്ത് വെച്ചാൽ വെറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേരിക്കും. താഴത്തും തലയിലും വയ്ക്കാതെ താലോലിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി നമ്മൾ 10-12 വർഷക്കാലം ഉമ്മയുടെയും വാപ്പയുടെയും നിയന്ത്രണത്തിലാണ്. മാത്രമല്ല, അത് കഴിഞ്ഞ് വിദ്യാഭ്യാസമൊക്കെ നേടി ഒരു ജോലി, ഒരു വരുമാനം, ഒരു ബിസിനസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിച്ച ഭാര്യയായ കുട്ടികളായി പിന്നെ അവരെ വളർത്തുന്ന തിരക്കിലാണ്. ആയുർവേദത്തിൻ്റെ അഷ്ടാംഗ ഹൃദയം പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ 3 രോഗങ്ങൾ നമ്മൾ അന്തർലീനമാണ്. ഡോക്ടർമാർക്കറിയാം. വാദം, പിത്തം, കഫം. അതൊക്കെ പ്രായാധിക്യം വരുമ്പോൾ ഈ 3 രോഗങ്ങൾ കൺവേർട്ട് ചെയ്താണ് പല രോഗങ്ങളായി മാറുന്നത്. നമുക്കറിയാം, പഴയ കാലത്തെ ആ കൂട്ടുകുടുംബ സങ്കല്പം ഇന്ന് ഇൻ്റർനെറ്റ് യുഗത്തിൽ നമുക്കറിയാം അണുകുടുംബ വ്യവസ്ഥയായി മാറിയിരിക്കുക. ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു ഇൻഫർമേഷൻ, ലോകം മൊത്തത്തിൽ ഇൻഫർമേഷൻ റവല്യൂഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇൻഫർമേഷൻ റവല്യൂഷൻ്റെ ഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ റോബോട്ടിക് യുഗത്തിലേക്ക് പോവുകയാണ്. പഴയ കാലത്തെ കാര്യങ്ങളല്ല ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചാൽ, ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിച്ചാൽ നടക്കാത്തതായ ഭൂമിയിൽ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോടോ, ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോടോ ഒരു അടുപ്പം തോന്നിയാണ് അതൊരു പ്രേമബന്ധമായി വളർന്ന ഒരു പ്രണയലേഖനം എഴുതണമെങ്കിൽ ഉമ്മയൊന്നണം, വാപ്പയൊന്നണം, സഹോദരങ്ങൾ മുഴുവനൊന്നണം, വീട്ടിൽ ലൈറ്റുകളെല്ലാം അണയണം. എന്നിട്ട് കുത്തിയിരുന്നൊരു പ്രേമലേഖനം എഴുതി 10 പ്രാവശ്യം എഴുതുമ്പോഴാണ് അതെണ്ണം ശരിയാവുന്നത്. എന്നാലും അത് ശരിയാകുമെന്നുള്ള സംശയമാണ്. പിന്നെ ആ ലേഖനം ആ ആളിന് മറ്റൊരാൾക്ക് കൊടുക്കണമെങ്കിൽ കൈ വരയ്ക്കും, കാല് വരയ്ക്കും. ഇന്നിപ്പോൾ നമുക്കൊരു പ്രേമലേഖനം എഴുതണമെങ്കിൽ ഉമ്മയും വാപ്പയും എന്ന് പറഞ്ഞാൽ ഡേറ്റുകൾ അറിയണ്ട, പിന്നെ എഴുതി കൈ കതരണ്ട. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ചാറ്റ്ജിപിടിയോട്, ഡീപ്സീക്കിനോട്, ജെമിനിയോടോ പറഞ്ഞാൽ അതിമനോഹരമായ പ്രേമലേഖനം എഴുതി തരുന്നതാണ്. ചരിത്രത്തെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ ലോകത്തെ ഏത് വിഷയത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഉപയോഗിക്കും. പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് എല്ലാം മനുഷ്യൻ്റെ തലച്ചോറിൽ നിന്ന് വന്നതാണെന്നുള്ള യാഥാർത്ഥ്യം പലരും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇൻഫർമേഷൻ life, spreading love and compassion to everyone around him. I request the Honorable life, spreading love and compassion to everyone around him. I request the Honorable
Dr. Shakir, Electrical and Electronic Engineering, Australia. Liana, English Language and Literature. Dr. Mahfouz Ali, DNB, AIMS, New Delhi. Tanvir Hassan Finance, BTech and MTech, Kannur and Manipal University. Sabina Shakir, BTech, Kusat. Nafisa Arafat. We are proud of you. His parents are welcome to receive the award. In her absence, in India, Danish, we are proud of your achievements. You may please come on to the stage. Congratulations. Business രംഗത്ത് വൻ രണ്ടാമതായി ജോന അബ്ദുള്ളയെ ക്ഷണിക്കുന്നു. Okay, sir, ready? ആർപ്പോളെ, ആർപ്പോളെ, ആർപ്പോളെ. 2, 3.